ക്ഷേമ പെൻഷൻ മലപ്പുറം പരാമർശങ്ങളിലെ വാക്പോരിൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ്. മുഖ്യമന്ത്രിയുടെയും CPM നേതാക്കളുടെയും മലപ്പുറം പരാമർശങ്ങൾ ഉയർത്തി ഇന്നും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ ക്ഷേമ പെൻഷൻ പരാമർശം ഉന്നയിച്ചാണ് CPM-ന്റെ തിരിച്ചടി. വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ സജീവമാണെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി നേതാക്കളുടെ വാക്പോര് 2 വാക്കുകളിൽ: മലപ്പുറവും ക്ഷേമ പെൻഷനും. UDF കൺവെൻഷനിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പരാമർശം CPM മണ്ഡലത്തിൽ ചർച്ചയാക്കി. എന്നാൽ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള CPM നേതാക്കളുടെ പരാമർശങ്ങൾ വീണ്ടും സജീവമായി ഉന്നയിക്കുകയാണ് UDF നേതാക്കൾ. മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, വഞ്ചകരാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് കൊടുക്കുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് CPM-ന്റെ ഒരു ക്യാപ്സ്യൂളാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് CPM നേതാവിനെയും, കേരളത്തിലെ LDF-ന്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ തെളിയിക്കുക 18 മാസം ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായത് 3 മാസത്തിൽ താഴെയാണ്. അതേസമയം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് UDF നേതാക്കൾക്ക് മറുപടിയുമായി മന്ത്രി V അബ്ദുറഹിമാൻ രംഗത്തെത്തി. ആര്യാടൻ മുഹമ്മദും MP ഗംഗാധരനുമാണ് മലപ്പുറം ജില്ലയിൽ മലബാറിൽ മാപ്പിളസ്ഥാൻ എന്ന പുതിയ ജില്ല രൂപീകരിക്കുന്നു എന്ന ഏറ്റവും അധിക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത് അവരാണ്. നിലമ്പൂരിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് നേതാക്കൾ പറയുന്നു. ഇനിയും 2 ആഴ്ച നിലമ്പൂർ കേന്ദ്രീകരിച്ച് വാക്പോര് ശക്തമാകും. ശ്രീജിത്ത് ശ്രീകുമാരൻ, Team 24, നിലമ്പൂർ.